Long time, get up, nah I ain't a quitter. Toss me the ball, I'm a really big hitter. Big picture, I'm a straight killer. Rising the song to the highest bidder. Got juice, got gas, I'ma move fast. ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഞങ്ങൾക്ക് ബ്ലാമലയിൽ നല്ല വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊന്ന് കാണണേ. പിന്നെ ഇന്ന് നമ്മളൊരു ഷെയ്ക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള പാല് തിളപ്പിക്കുകയാണ് കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ഷെയ്ക്കാണ്. പാല് തിളച്ച് വരുന്നുണ്ട്. അതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് എടുത്തിടുന്ന പുതിനയിലയും പിന്നെ ഒരു സാധനമുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ പനിക്കൂർക്ക ഇല. എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരുടെയും വീടുകളിലും കാണും. അത് 2 കൂട്ടം എടുക്കുക. പിന്നെ ശകലം ശർക്കര, ഒരുണ്ട ശർക്കര നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക, മധുരത്തിന്. പിന്നെ നമ്മൾ പാലൊഴിച്ച് കൊടുക്കുന്നു. തിളപ്പിച്ച് ആർച്ച് വെച്ചിരിക്കുന്ന പാലാണ്. ഒരു കവറിനകത്താക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഞാൻ അടിച്ച് വെച്ചിരുന്ന ക്യാരറ്റ് എടുത്ത് പുതിനയിലയുടെ കൂട്ടും എല്ലാം ഓരോ ബൗളിലാക്കി ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ക്രീമി ടെക്സ്ചറിലേക്ക് ആകുമ്പോഴേക്ക് എടുത്ത് വെളിയിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുക. അതേ പുതിനയിലയും പനിക്കൂർക്കയിലയൊക്കെ അടിച്ച മിക്സാണ് അതൊരു പച്ച കളർ, നല്ല പച്ചയൊന്നും കിട്ടുകയില്ല. ഇന്ത്യൻ ഫ്ലാഗ് പോലെ നമുക്ക് പച്ച അടിയിലും. പിന്നെ അടുത്തത് നമ്മൾ ശകലം ഒരു കസ്കസ് ചേർക്കുന്നുണ്ട്. കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കസ്കസ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പച്ചയുടെ മുകളിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അത് ചേർത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ വെള്ള, അതായത് പാലും പഞ്ചസാരയും കൂടെ അടിച്ച് വെച്ചിരുന്ന വെള്ള ഒരു മിക്സ്, ആ മിക്സും കൂടി ഇതിനകത്തേക്ക് പച്ചയുടെ മുകളിലേക്ക് ചേർത്ത് വിടുക. ഇന്ത്യൻ ഫ്ലാഗിനെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു ജ്യൂസാണ് ഇത്, അല്ലെങ്കിൽ ഷെയ്ക്കാണ്. അതിൻ്റെ പുറത്തുകൂടിയും കൂടി ഞാൻ ശകലം കസ്കസ് തൂക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ക്യാരറ്റും പാലും ഒക്കെ പഞ്ചസാരയും ചേർത്ത് അടിച്ച് വെച്ചിരുന്നത്, ആ മിക്സും കൂടി ഞാൻ ഇതിനകത്തോട്ട് ഇടുകയാണ്. അപ്പോൾ ഒരു ഷെയ്ക്ക് എന്നുള്ള രീതിയിലാണ് കഴിക്കാൻ പറ്റുന്നത്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. ശുദ്ധമായ സാധനങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഹെൽത്ത് നോക്കുന്ന ആൾക്കാർക്കെല്ലാം ഇത് നന്നായിരിക്കും. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിക്കുക. അപ്പം ഞങ്ങളുടെ ബ്ലാമലയിൽ വെയിലൊക്കെ വന്നു തുടങ്ങി. ഞങ്ങളതുകൊണ്ട് ഇന്നൊരു ഷെയ്ക്ക് ഉണ്ടാക്കിയേക്കാം. അത് ഒരു ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയിക്കോട്ടെ എന്നാണ് കരുതിയത്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും തന്ന് നിങ്ങൾ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ടാറ്റ, ഗുഡ് ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.